യോഗിയുടെ സിംഗം ഇപ്പോൾ ബംഗാളിൽ ഇറങ്ങിയിരിക്കുക. ബംഗാളിൽ ഇപ്പോൾ 24 ഫർഗാനാസ് മുസ്ലിം ഭൂരിപക്ഷമുള്ള തൃണമൂലിൻ്റെ കോട്ടയാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല പോലീസ് ഒബ്സർവറായിട്ട് വന്നിരിക്കുന്നത് അജയ് പാൽ ശർമ്മ. ഏതാണ്ട് 500-ലേറെ എൻകൗണ്ടറുകൾ നടത്തിയിട്ടുണ്ട്. എൻകൗണ്ടർ കിങ് ആണ്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് അല്ല, എൻകൗണ്ടർ കിങ് ആണ്. അതായത് അദ്ദേഹത്തിന് ഉത്തർപ്രദേശിലെ സിംഗം എന്നാണ് അജയ് പാൽ ശർമ്മയെ വിളിക്കുന്നത്. ഇദ്ദേഹം പഞ്ചാബിലെ ലുധിയാനക്കാരനാണ്, ദന്ത ഡോക്ടറായിരുന്നു. അപ്പോൾ മമതാ ബാനർജിയുടെ വിഷപ്പല്ല് പറിക്കാൻ യോഗിയുടെ സ്വന്തം ആള്, അതായത് ക്രൈം ഫ്രീ ഉത്തർപ്രദേശിന് വേണ്ടി യോഗി റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പുലിയാണ്, സിംഗമാണ് അജയ് പാൽ ശർമ്മ. അജയ് പാൽ ശർമ്മയെ സിംഗം എന്ന് വിളിക്കാൻ കാരണമുണ്ട്. സാറ് ഓർക്കുന്നുണ്ടാക്കി 2018 രാംപൂരിൽ ഒരു സംഭവം ഉണ്ടായി. 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ നാസിം എന്ന് പറഞ്ഞ ഒരു മുസൽമാൻ ബലാത്സംഗം ചെയ്തു കൊന്നു. നാസിമിനെ ഇവർ പിടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ആ പോലീസ് ജീപ്പ് മറിഞ്ഞപ്പോൾ നാസിം ഓടിയപ്പോൾ അജയ് പാൽ ശർമ്മ വെടിവെച്ചു. അങ്ങനെ തീർന്നുപോയി. അപ്പോൾ അതോടുകൂടി ഉത്തർപ്രദേശുകാർ സിംഗം എന്ന് വിളിച്ചു ആരെ? അജയ് പാൽ ശർമ്മ. യഥാർത്ഥ സിംഗ് തന്നെ, യഥാർത്ഥ സിംഗം. എന്താ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെയാണ് പോസ്റ്ററുകൾ കാണുന്നത്. ഞാൻ UP പത്രങ്ങളിലൊക്കെ സിംഗം ബംഗാളിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സിംഗം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ടല്ലോ. ഏതായാലും ഈ അദ്ദേഹം ജാൻപൂർ എസ് പി ആയിരുന്നു. ഇപ്പോൾ 32 മാസം കൊണ്ട് വെറും 136 എൻകൗണ്ടർ നടത്തിയ ആളാണ്. 32 മാസം കൊണ്ട്. അപ്പോൾ പിടിക്കുക, വെടിവെക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഇപ്പോൾ അടുത്ത ഫേസ് 2ാം ഘട്ട ഇലക്ഷൻ നടക്കാൻ പോവാണ്. അവിടെയാണ് അദ്ദേഹത്തിന് ചാർജ്. നേരത്തെ പറഞ്ഞ 24 ഫർഗാനാസ്, ഏറ്റവും കുപ്രസിദ്ധ മുർഷിദാബാദ്, 24 ഫർഗാനാസ്, നാദിയ എന്നൊക്കെ മിനി ബംഗ്ലാദേശാണ്. അവിടെ ജഹാംഗീർ ഖാൻ എന്ന് പറയുന്ന ഒരു കില്ലാടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവുണ്ട്. സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ആളുകൾ അവിടെ വലിയ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരിക്കുക. അവിടേക്ക് മഫ്തിയിൽ ഈ അജയ് പാൽ ശർമ്മ വന്നിട്ട് പറഞ്ഞു, സംഗതിയൊക്കെ കൊള്ളാം, പേടിപ്പിക്കാൻ നോക്കിയാൽ പിന്നെ കരയേണ്ടി വരും. എനിക്ക് വാക്കുകൾ കൊണ്ട് മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ എടുത്തിട്ട് BJPയുടെ അജയ് അലോക്, നാഷണൽ സ്പോക്ക് പേഴ്സണാണ്, ദേശീയ വക്താവ്, പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, പേടിപ്പിക്കാൻ നോക്കിയാൽ ഉണ്ട കയറും എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള TMC നേതാക്കന്മാരെല്ലാം നിലവിളിയാണ്. BJP കൊല്ലും, മമതയെ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കാക്കിക്കുള്ളിൽ ഭീകരനായ അജയ് പാൽ ശർമ്മയെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പ്രചാരണം. ഏതായാലും അമിത്ഷായുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ വന്നിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞു, മെയ് 4-ാം തീയതി കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും കേന്ദ്രസേന അവിടുന്ന് പോകുന്നില്ല. 60 ദിവസം കൂടെ അവിടെ നിൽക്കും. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇവർ ഒരു പരിപാടിയുണ്ട് തൃണമൂൽക്കാർക്ക്. BJPക്കാരുടെ വീടുകളിലേക്ക് കയറുക, ഹിന്ദുക്കളുടെ വീടുകളിലേക്ക് അവിടെ തീ വെക്കുക, എന്നിട്ട് ആളുകളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുക. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അവരവിടെ ചെയ്തു. അപ്പോൾ ബംഗാളിലെ ഗ്രാമങ്ങളിലൂടെ ഇപ്പോൾ പോകുന്നത് കവചിത വാഹനങ്ങളാണ്. ജമ്മു കാശ്മീർ രജിസ്ട്രേഷനുള്ള കവചിത വാഹനങ്ങൾ ഓടുകയാണ് CRPFൻ്റെ. അപ്പോൾ ബംഗാളിൽ ഇതുവരെ മസിൽ പവർ കാണിച്ച്, ഗുണ്ടായിസം കാണിച്ച്, ഭീഷണിപ്പെടുത്തി, മുസ്ലിം മസിൽ പവർ കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് കരുതിയെന്ന് മമത ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, വരണ്ടിട്ടുണ്ട്. ഗുണ്ടായിസം കാണിച്ചാൽ ഉണ്ട കയറുമെന്ന് ഗുണ്ടയ്ക്കൊരുണ്ട പദ്ധതി നടപ്പാക്കിയ ഉത്തർപ്രദേശിൽ നിന്ന് അജയ് പാൽ ശർമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരും ഒന്ന് പറയും, TN ശേഷൻ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. അയാൾ കാണിച്ചൊരു വൃത്തികേടുണ്ട്. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് അത് മാറ്റിവെച്ചു. സത്യത്തിൽ ഒരു സ്ഥാനാർത്ഥി മരിച്ചാൽ ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മാറ്റിവെക്കേണ്ടത്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് സഹതാപ തരംഗത്തിലൂടെ കോൺഗ്രസിന് ജയിക്കാൻ അവസരം ഉണ്ടാക്കിയ ആളാണ്. എന്നിട്ടും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമൊന്നും ആയിരുന്നില്ല. നിയമം പ്രകാരം ആ മണ്ഡലത്തിലെ ഇലക്ഷനെ മാറ്റിവെക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കോൺഗ്രസിനെ സഹായിക്കാൻ നോക്കിയ ശേഷനെ വാഴ്ത്തുന്നവർ ഇപ്പോൾ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കിരാതവാഴ്ചയായ ജംഗിൾ രാജായ ബംഗാളിൽ ട്രാൻസ്പെറൻ്റായി 93% ആളുകൾ വോട്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ നിർഭയമായ ആളുകൾ വന്ന് വോട്ട് ചെയ്യുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണ് ജ്ഞാനേഷ് കുമാർ. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നാണ് നമ്മുടെ കേരള കേഡറിലെ IAS ഉദ്യോഗസ്ഥ. എല്ലാ ആൾക്കാർക്കും അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ.
വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മനുഷ്യൻ, നിയമം അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി. അണുവേട വ്യതിചലിക്കില്ല അദ്ദേഹം. കോൺസ്റ്റിറ്റ്യൂഷൻ മമത കരയുന്നത് തൃണമൂലിനെയും മമതയെയും കൊല്ലാൻ വേണ്ടിയിട്ട് പോലീസ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിനെ ഇറക്കിയിരിക്കുന്നതാണ്. അദ്ദേഹം നോക്കുമ്പോൾ ബംഗാൾ പോലീസ് മൊത്തം പൊളിറ്റിസൈസ്ഡ് ആണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാർ 500 ബംഗാൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പൊ തന്നെ ആലോചിക്കാവുന്നതാണല്ലോ. അത് മാത്രമല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ ഇതിനകത്ത് കിട്ടില്ല, ഞങ്ങളെ ഒരു കാര്യത്തിന് അടക്കോലിടാൻ വരുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഗാനേഷ് കുമാറിൻ്റെയും മറ്റ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും ആ ഇൻറ്റഗ്രിറ്റിയിൽ വളരെയധികം വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഗ്രേറ്റർ കൊൽക്കത്ത, ഹൂഗ്ലി, നദിയ, 24 പർഗാനാസ്, ഹൗറ, പൂർവ ബർദ്ധമാൻ തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് തൃണമൂലിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ പോലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് അവിടുത്തെ ബംഗാളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അവിടെ നിഷ്പക്ഷമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസും കൂടി വന്നാൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുമോ? തീർച്ചയായിട്ടും മാറും. കാരണം എന്ന് വെച്ചാൽ അത് മാത്രമല്ല, സുനിൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ, ഈ 2ാമത്തെ ഫേസിനകത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വനിതകളാണ് കൂടുതൽ വോട്ടർമാർ. അതെ അതെ, എനിക്ക് തോന്നുന്നില്ല വനിതകൾ ഇവർക്ക് ഈ മമതാ ബാനർജിക്ക് വോട്ട് ചെയ്യുന്നത്. കാരണം എന്താ നടക്കണേ അവിടെ? കഴിഞ്ഞ 15 വർഷമായിട്ട് വനിതകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ബംഗാളിൽ? പണ്ടൊക്കെ ബംഗാളിൽ വനിതകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്ന, ആദരിക്കപ്പെട്ടിരുന്ന വ്യക്തികളാണ്. അവർക്കിന്ന് പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. എത്രയോ സംഭവങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് എണ്ണി പറക്കേണ്ട ആവശ്യമില്ല. മെഡിക്കൽ കോളേജിലെ സംഭവം മാത്രം എടുത്താൽ മതി. അതെ, അതേപോലെ അത് ഒരെണ്ണം മാത്രമോ എത്രയോ സന്ദേശ് കാലിയിലെ മാസ് റേപ്പ് ആയിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്രിയുണ്ട്, ഒരു മുസൽമാൻ മന്ത്രിയുണ്ട്, അയാളുടെ നേതൃത്വത്തിൽ. എന്നിട്ട് ഞാൻ TV കണ്ടു, അയാളെ എന്താ പറയണേ, കോടതിയിൽ ഹാജരാവുമോ എന്തോ ചെയ്യുമ്പോൾ അയാൾ നടന്നു വരുന്ന കണ്ടാൽ നമുക്ക് പേടിയാവും. ഏതോ ഒരു ഗജ പോക്കിരി നടന്നു വരുന്ന പോലെ. അയാൾ അത് ഒരു യഥാർത്ഥ എന്താ മൊണാർക്കിന്റെ രീതിയിലാണ്. അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്ന ED ആക്രമിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇവര് തന്നെ ഒരു ഗുണ്ടയല്ലേ മമതാ ബാനർജി. അവര് EDനെ ആക്രമിക്കാനായിട്ട് പോയില്ല ഐപാക് ഓഫീസിൽ ചെന്നപ്പോൾ. പക്ഷെ നല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കും. നമുക്ക് അതുപോലെ നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു കേരള പോലീസിലൊക്കെ. പണ്ടൊക്കെ സുനിൽ കേട്ടിട്ടുണ്ടോ ജയറാം പടിക്കലിനെ കുറിച്ച്? നമുക്കൊന്ന് സംസാരിക്കാം. കേരളം ഇന്ന് നക്സലൈറ്റ് ഫ്രീ ആയിട്ട് നമ്മളൊക്കെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഒരു എപ്പിസോഡ് അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും. ഏതായാലും അജയ് പാൽ ശർമ്മ ഇറങ്ങിയതുകൂടി അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പിന് വല്ലാതെ ഭയക്കാണ് മമതയും തൃണമൂലും. വളരെ അതേസമയം നമ്മളെപ്പോലുള്ളവർക്ക് വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടു കൂടി ഇരുന്ന് കാണാൻ സാധിക്കും. മമതയുടെ ഗുണ്ടായിസം ഇനി ബംഗാളിൽ നടക്കില്ല. അല്ലെ, മമത എത്രമാത്രം ഭയപ്പെട്ടു എന്നതിന് തെളിവാണ് അജയ് പാൽ ശർമ്മയെക്കുറിച്ച് രാജ്യം മുഴുവനുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ആ ഓഫീസർ അവിടെ ഒബ്സർവറായിട്ട് വന്നിരിക്കുന്നു. അത് വലിയ വാർത്തയാണ്. സാധാരണ എത്രയോ ഒബ്സർവർമാർ, എത്രയോ പോലീസ് ഓഫീസർമാരൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പോൾ ഏറ്റവും കുപ്രസിദ്ധമായ സ്ഥലത്തേക്ക് ഇന്ത്യയിലെ നമ്പർ 1 എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, 500-ലധികം എൻകൗണ്ടറുകൾ. ഞാൻ ഞെട്ടിപ്പോയത് 32 മാസം കൊണ്ട് 136 എൻകൗണ്ടർ നടത്തി. അല്ല, അത് ഇവരെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നല്ല കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ മാവോയിസ്റ്റുകളും ഇവാഞ്ചലിസ്റ്റുകളും അർബൻ നെക്സലൈറ്റ്സുകളും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സുകാരും വർക്ക് ചെയ്യുന്നുണ്ട്. സുനിലിന് ഓർമ്മയുണ്ടോ, ഛത്തീസ്ഗഡിൽ ഒരു പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, വിനോദ് ചൗബെ എന്ന് പറഞ്ഞില്ല. ആ വിനോദ് ചൗബെ അവിടെ വന്നതോടുകൂടി അവിടുത്തെ നെക്സലൈറ്റുകളെ കുറേ അധികം പേര് കാട്ടിലേക്ക് ഉൾവലിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങാതായി. അവരുടെ ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടി. അദ്ദേഹം കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ് നടന്നതെന്ന് ഓർക്കണം. കർശനമായ നടപടിയായിരുന്നു വിനോദ് ചൗബയ്ക്ക്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? വിനോദ് ചൗബേനെ ചതിച്ചു കൊന്നു. ആരൊക്കെ കൂടി ചേർന്ന്?
ഒരു സ്റ്റാൻ സാമി എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻ സാമി. പള്ളിയിൽ അച്ഛനാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ ഉണ്ടായിരുന്നു, മതമാറ്റം നടക്കുന്ന മാവോയിസ്റ്റ്. അയാളും പിന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഭാര്യ ഭർത്തൃ ദമ്പതികളുണ്ട്. അയാളെ അതിൽ ഭർത്താവാണ് പ്ലാൻ വരച്ചു ഇതെല്ലാം ചെയ്തു കൊടുത്തേ കൊല്ലാനായിട്ട്, വിനോദ് ചൗബേനെ കൊല്ലാനായിട്ട്. അയാളെ ജയിലിലൊക്കെ ഇടുക, കേസിൽ പ്രതിയായി. ഇവരുടെ എക്കോസിസ്റ്റം വെച്ച് ഈ എന്താ മാവോയിസ്റ്റുകളുടെ എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അത് വെച്ച് ഒരു ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു ഇദ്ദേഹം എന്താ നിരപരാധിയാണ്, ഇദ്ദേഹം സിവിൽ റൈറ്റ്സിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, ഇദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അയാളെ കോടതിയിൽ നിന്ന് ഫ്രീ ആക്കിയത്. എന്നിട്ട് അയാളെ പ്ലാനിംഗ് കമ്മീഷന്റെ മെമ്പറാക്കിന്ന്. അറിയില്ലേ സുനിലിന് ആ കാര്യം? അറിയില്ലേ? ഭാര്യയും പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നമുക്ക് പറയണ്ടേ? കാരണം എന്താന്ന് വെച്ചാല് മികച്ച സൈനിക ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരെന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും അല്ലേ? ഏതായാലും അജയ് പാൽ ശർമ്മ ബംഗാളിലും ഇത്തിരി പണിയെടുക്കട്ടെ, ബംഗാളും നന്നാവട്ടെ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പോലെ ചരിത്രം സൃഷ്ടിക്കും വരും, അവർ ചരിത്രം സൃഷ്ടിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ ഏതായാലും 29-ാം തീയതി ബംഗാളിലെ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പാണ്. മെയ് 4-ന് ബംഗാളിൽ മമത വീഴാനാണ് സാധ്യത. മമത ഇനി ഏതെങ്കിലും കാരണവശാലും വീണില്ലെങ്കിലും BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കും. ഇപ്പോൾ 77 പേരാണ് BJP ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതെന്തായാലും 100 ക്രോസ് ചെയ്യും. പക്ഷേ ബംഗാളിലെ സർവേകളൊക്കെ പറയുന്നത് BJP സർക്കാരാണ് വരാൻ പോകുന്നതെന്നാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തോടുകൂടി തീരല്ലേ ക്യാമ്പയിൻ? കംപ്ലീറ്റ് തീരില്ല. നാളെയും തൊട്ട് മറ്റന്നാളാണ് ഇലക്ഷൻ. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബംഗാൾ ഇലക്ഷൻ കേരള ഇലക്ഷൻ പോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും താല്പര്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ബംഗാൾ ഇലക്ഷൻ സമഗ്രമായി നമ്മൾ കവർ ചെയ്യും. കേരളത്തിലെ മാധ്യമങ്ങൾ മിക്കവാറും കേരള ഇലക്ഷനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊപ്പം ബംഗാളിലെ കാര്യങ്ങൾ സവിസ്തരം ഞങ്ങൾ മെയ് 4-ന് നിങ്ങളോട് പറയാനുണ്ടാവും. തമിഴ്നാട് ഇലക്ഷൻ, തമിഴ്നാടും ഉണ്ടാവും, ആസാം. അതുകൊണ്ട് ആസാം പിന്നെ ഒന്നും പറയാനില്ല സാർ. ഹിമന്ത ബിശ്വ എത്ര സീറ്റ് കിട്ടുമെന്ന് നോക്കിയാൽ മതി. അവർക്ക് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. സ്ത്രീകളെല്ലാം ഹിമന്തയുടെ ആരാധകരാണ്. മാമാ 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 എന്ന് പറഞ്ഞ് ജനം ഓടി വരികയാണ്. ചിലർ കെട്ടിപ്പിടിക്കുന്നു, ചിലർ ഉമ്മ വയ്ക്കുന്നു, ചിലർ പോകുന്ന വഴി ഒരു കോക്കക്കോള കൊടുക്കുന്നു. എന്തൊരു മനുഷ്യനാണത്! അദ്ദേഹം ജനങ്ങളിൽ ഒരാളായിട്ട് മാറി. അതാണ്, അദ്ദേഹം ഡാൻസ് കളിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് വാർത്തകൾ നമ്മുടെ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റൊരു ചാനലുണ്ടല്ലോ C4N, C4N, അതിലും ഒരുപാട് ഇലക്ഷൻ വാർത്തകൾ റിസൾട്ടുമായി ബന്ധപ്പെട്ടുണ്ടാവും. 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം.